നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഈ ഗാനസന്ധിയും സൗഹൃദ കൂട്ടായ്മയുടെയും ഈ യോഗത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ വീണയുടെ മകൾ സരിതയുടെ കൂടെ വന്നിരിക്കുന്ന ഗൗരി, അതുപോലെ തന്നെ നമ്മുടെ ആങ്കർ പ്രിയപ്പെട്ട ലളിതൻ, പിന്നെ അതുപോലെ തന്നെ ഏശം വന്നിട്ടുണ്ട്. അച്ഛൻ്റെ അനിയനാണ്. ആത്മാർത്ഥത, സംഗീതത്തിനോടുള്ള ആത്മാർത്ഥതയാണ് ഞാൻ എല്ലാവരും കാണുന്നത്. ഇത്രയ്ക്ക് സംഗീതത്തിനോടുള്ള ആത്മാർത്ഥതയുള്ള ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അത്രയ്ക്ക് ഇത്രയും സംഘടിപ്പിച്ചത് മുഴുവൻ സാറ് ഒറ്റക്കാണ്. അതിന് ഞാൻ സാറെ വളരെയധികം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പിന്നെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെയുള്ള ഭൂരിപക്ഷം പേരും ഗായകരാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സലീം സാർ, വേദിയിലെ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, കലാകാരന്മാരെ, സുഹൃത്തുക്കളെ, ഏതൊരു സൗഹൃദ സംഘമാണ് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സംഗീത സന്ധിയിലൂടെയും സൗഹൃദ കൂട്ടായ്മയിലൂടെയുമാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. എന്താണ് സൗഹൃദം എന്നൊന്ന് നോക്കാം. സൗഹൃദത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകൾ ആദ്യം ബാല്യകാലഘട്ടങ്ങളിലേക്കും കൗമാര കാലഘട്ടങ്ങളിലേക്കും സഞ്ചരിക്കുകയായിരിക്കും ആദ്യമേ ചെയ്യുക. കുറച്ചു നാളുകളിൽ നാം അക്ഷരം എഴുതി പഠിക്കുവാനായി ചെറു ക്ലാസ്സുകളിൽ പോയപ്പോൾ, സ്ലേറ്റിൽ അക്ഷരം എഴുതി പഠിക്കുവാനായി പോയപ്പോൾ, സ്ലേറ്റിൽ അക്ഷരം കുറിച്ച് എഴുതി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരന് പെൻസിൽ ഇല്ലാതെ വന്നപ്പോൾ നാം നമ്മുടെ കല്ല് പെൻസിൽ പകുതി പിടിച്ച് കൂട്ടുകാരൻ നൽകിയിട്ടുള്ളത് പലരും ഓർമ്മിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്വന്തക്കാരൻ മാതാപിതാക്കൾ നമുക്ക് നൽകിയ മിഠായി പകുതി ഒഴിച്ച് നാം നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ആ കാലങ്ങളിൽ സമ്മാനിക്കുമായിരുന്നു. പഴയ കലണ്ടത്താളുകൾ കൊണ്ട് പുസ്തകം പൊതിയുമ്പോൾ അതിൽ ഒട്ടിക്കാറുണ്ടായിരുന്ന നെയിം സ്ലിപ്പ് ബാക്കിയായി നാം അത് പകുത്ത് നമ്മുടെ പല കൂട്ടുകാർക്കായി പലർക്കായി സമ്മാനിച്ചു. പലരും അതൊക്കെ ഓർമ്മയിലേക്ക് എടുത്തുകൊണ്ടാണ്. ചെറുപ്പകാലങ്ങളിലെ നമ്മുടെ ഓർമ്മകളിലൂടെയാണ് ഇപ്പോൾ നാം ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പകാലങ്ങളിൽ നാം സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ മുത്തച്ഛന്റെ മുമ്പിൽ തൂങ്ങി കുസൃതി ഒപ്പിക്കുമ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെറുചൂടുള്ള അടിയുടെ വേദനിക്കുന്ന നോമ്പരത്തിന്റെ ഓർമ്മകളും നാം പലപ്പോഴായി കൂട്ടുകാരോട് പങ്കുവച്ചിട്ടുണ്ടാകും. സ്വന്തക്കാരുടെയോ അയൽവക്കാരുടെയോ വിവാഹ ചടങ്ങുകൾക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വിളിച്ച പായസത്തിന്റെ മതിരിക്കുന്ന ഓർമ്മകൾ നാം പലപ്പോഴായി നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാറുണ്ട്. പലരും ഇപ്പോൾ മനസ്സിലേക്ക് അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നാം പലപ്പോഴും ചായക്കൂട്ടുകൾ വാങ്ങാറുണ്ട്. ചായക്കൂട്ടുകൾ നമ്മൾ വാങ്ങുമ്പോൾ, ചെറുപ്പകാലങ്ങളിൽ വാങ്ങുമ്പോൾ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും ഒന്നുകൂടി കൂടുതൽ വാങ്ങിച്ച് സ്വന്തം കൂട്ടുകാർക്കായി പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ടാകും. സൗഹൃദം എന്നത് നാം കൂട്ട് എന്ന് കൂടി പറയാറുണ്ട്. കൂട്ട് എന്ന് പറഞ്ഞാൽ ചായക്കൂട്ട്. മഴവില്ലിലെ ഏഴ് മനോഹരമായ കൂട്ടുപോയി, മനോഹരമായ ഒരു എഴുപത് ചിത്രത്തിലെ ചായകളുടെ കൂട്ടുപോയി. മനോഹരമായ ഒന്നാണ് സൗഹൃദം. മനോഹരമായ ഒരു സംഗീതം പോലെ കാവ്യാത്മകമായ ഒന്നാണ് സൗഹൃദം. രാത്രി കാലങ്ങൾക്ക് നിലാവെളിച്ചം സൗന്ദര്യം നൽകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം നൽകുന്ന നിലാവെളിച്ചമാണ് സൗഹൃദം. കടൽ തീരത്തിന് സായാഹ്ന സൂര്യകിരണങ്ങൾ സൗന്ദര്യം നൽകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം നൽകുന്ന സായാഹ്ന സൂര്യകിരണങ്ങളാണ്. അനന്തമായ ആകാശങ്ങൾ സ്വതന്ത്രമായി പാടി കളിക്കുന്ന തുമ്പികളെ പോലെ നമ്മുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന്റെ അനുഭൂതി ഉണർത്തുന്ന ദിവ്യമായ ഒരു പ്രതിഭാസമാണ് സൗഹൃദം. വാഹനങ്ങൾക്ക് ഇന്ധനം ഊർജ്ജം നൽകുന്നത്
വൈദ്യുതോപകരണങ്ങൾക്ക് വൈദ്യുതി ഊർജ്ജം നൽകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജം നൽകാൻ കെൽപ്പുള്ള ഇന്ധനമാണ് നമ്മുടെ സൗഹൃദം. സൗഹൃദങ്ങൾക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല, അവിടെ കുറ്റപ്പെടുത്തലില്ല. അവിടെയുള്ളത് സ്നേഹമാണ്. ജാതിയും മതവും ഒന്നുമില്ലാതെ അവിടെ സ്നേഹമാണ്. സ്നേഹവും സന്തോഷവും അംഗീകാരവും മാത്രമാണ് സൗഹൃദത്തിൽ. എന്താണ് സൗഹൃദം എന്നുള്ള ചോദ്യത്തിലും ഇത് തന്നെയാണ് ഉത്തരം. മനുഷ്യ മനസ്സുകളിൽ ആനന്ദവും സന്തോഷവും നിറയ്ക്കുന്ന ഊഷ്മളമായ ബന്ധത്തിന്റെ പേരിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഊഷ്മളമായ ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് ഞാനും ഇന്നിവിടെ ഊഷ്മളമായ സൗഹൃദ ബന്ധത്തിന്റെ പേരിലാണ് ഇന്ന് ഞാനിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ പ്രത്യക്ഷമായി കാണപ്പെടുന്ന നമ്മുടെ പ്രതീക്ഷ, സ്നേഹസമ്പന്നരായ നമ്മുടെ പ്രതീക്ഷ, വർഷങ്ങളായി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന നമ്മുടെ പ്രതീക്ഷ, ജോലിയെ തന്റെ ആത്മാർത്ഥ സുഹൃത്തായി കണ്ടു ഒരു സുഹൃത്തിനോട് സ്നേഹിക്കുന്നത് പോലെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ജോലിയെ കൂടെ കൊണ്ട് നടത്തുന്ന നമ്മുടെ പ്രതീക്ഷ. പ്രതീക്ഷാന്റെ ജന്മനായുള്ള ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗീത സന്ധി സൗഹൃദ കൂട്ടായ്മ. ഒരു രഹസ്യം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാം. അത് മറ്റൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും പ്രതീക്ഷാറും തമ്മിലുള്ള ഒരു സ്വകാര്യ സൗഹൃദ സംഭാഷണ വേളയിൽ അദ്ദേഹം എന്നോട് വെളിപ്പെടുത്തിയ ഒരു രഹസ്യമാണ്. അത് മറ്റൊന്നുമല്ല, ഒരു പ്രണയത്തെപ്പറ്റി. കുറച്ചു നാളുകളിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുട്ടിട്ട ഒരു പ്രണയം, ബാല്യ കൗമാരപ്രായം പിന്നിട്ട് യൗവനത്തിലെത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രണയം. പഠനം കഴിഞ്ഞിട്ട്, ജോലി ലഭിച്ചിട്ട്, വിവാഹം കഴിഞ്ഞിട്ട്, കുഞ്ഞുങ്ങളായിട്ട് മറക്കാനാകാതെ മനസ്സിൽ പൂത്തുലെത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രണയം. ആ പ്രണയം മറ്റാരോടുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ പരിശുദ്ധമായ പ്രണയം മറ്റൊന്നിനോടുമായിരുന്നില്ല, സംഗീതത്തോടായിരുന്നു. സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയം, സംഗീതത്തെ അദ്ദേഹം ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായി കണ്ട് ആ ലക്ഷ്യത്തെ പ്രണയിച്ച് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഒരു ലൈഫ് കോഴ്സ് എന്നുള്ള നിലയിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എത്ര പേർക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്? നിങ്ങളിൽ എത്ര പേർക്ക് ജീവിതത്തിൽ മഹത്തായ ഒരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തെ പ്രണയിക്കുവാൻ സാധിച്ചു? നിങ്ങളിൽ എത്ര പേർക്ക് ജീവിതത്തിലെ മഹത്തായ ആ ലക്ഷ്യത്തെ പ്രണയിച്ച് സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്? പ്രണയത്തെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് യുവാക്കൾക്ക് യുവതികളോടും യുവതികൾക്ക് യുവാക്കളോടും തോന്നുന്ന പ്രണയത്തെ പറ്റിയൊക്കെയാണ്. എന്നാൽ അത് പ്രായത്തിന്റെ ഒരു ആവശ്യമാണോ, പ്രായത്തിന്റെ ചാപല്യമാണോ കരുതി നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തിൽ ഉപകാരപ്രദമാകത്തക്ക രീതിയിലുള്ള മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് ആ ലക്ഷ്യത്തെ പ്രണയിച്ച് സ്വന്തമാക്കുക എന്ന മഹത്തായ ഒരു ആശയം ഞാനിവിടെ മുന്നിൽ വെക്കുകയാണ്. അങ്ങനെ മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ലഹരിയായി മാറും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, പ്രായഭേദമന്യേ എല്ലാവരും മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് അതിനെ പ്രണയിച്ച് സ്വന്തമാണ്. അത് ഏത് രീതിയിലുള്ള ലക്ഷ്യമാണെങ്കിലും, കലാപരമായിട്ടുള്ളതാണെങ്കിലും, ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ളതാണെങ്കിലും, സാമൂഹികപരമായിട്ടുള്ളതാണെങ്കിലും, രാഷ്ട്രീയപരമായിട്ടുള്ളതാണ്, മികച്ച ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് ആ ലക്ഷ്യത്തെ എല്ലാവരും പ്രണയിച്ച് സ്വന്തമാക്കുക എന്ന മഹത്തായ ഒരു ആശയം ഈ അവസരത്തിൽ ഞാൻ ഇവിടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സംഗീത സന്ധ്യയും സൗഹൃദ കൂട്ടായ്മയും പരിപൂർണ്ണ വിജയമാക്കി തീർക്കുവാൻ ഇവിടെ എത്തി എന്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഈ പ്രോഗ്രാം സംഗീത സന്ധ്യയും സൗഹൃദ കൂട്ടായ്മയും നിങ്ങൾ ഏവരുടെയും അനുഗ്രഹാശസ്സുകളോടുകൂടി
ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സഹോദരനായിട്ടുള്ള ശ്രീ പ്രദീപ് സാർ, അദ്ദേഹം ഞാൻ ക്ലബില് അംഗമായിട്ട് ഒരു വർഷമായി. ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പരിചയപ്പെട്ട പ്രദീപ് സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതൊന്നും നേരത്തെ നമ്മുടെ ഉദാഹരണ പ്രാസംഗിക പറഞ്ഞതുപോലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് എന്നാണ് സംഗീതത്തെ. ആ സംഗീതത്തിന് വേണ്ടി അദ്ദേഹം സ്വന്തമായി കഴിഞ്ഞ ഒരാഴ്ച ആദ്യം ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. ഈ ഫീൽഡിൽ കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പരിചയം വെച്ചുകൊണ്ട് മാത്രമാണ് ഒരു മ്യൂസിക് ക്ലബ് എന്ന സംരംഭം നമ്മൾ ആരംഭിച്ചത്. ആ മ്യൂസിക് ക്ലബിലൂടെ നല്ലൊരു വ്യക്തിയായിട്ടുള്ള ശ്രീമാൻ പ്രദീപ് സാറിനെ പരിചയപ്പെടുകയും ഇങ്ങനൊരു അവസരം തന്നത് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ടു. അതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ മ്യൂസിക് ക്ലബിന്റെ പേര് മ്യൂസിക് സ്റ്റാർസ് എന്ന മ്യൂസിക് ക്ലബ് അറിയാൻ വേണ്ടിയിരിക്കുന്നവർ പലരുണ്ടായിരുന്നു. എല്ലാവരും മ്യൂസിക് ക്ലബിന്റെ പേരിൽ ഞാൻ ആശംസ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉദ്ഘാടകൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വളരെ മോട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി കൂടുതൽ സംസാരിച്ച നേരങ്ങളില്ല, പരിപാടിയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇന്നത്തെ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ പ്രദീപ് സാറിന്റെ സുഹൃത്തായ റഹീം ആലുവിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്നേഹിതരുടെ ഈ കലാസംഗീത കൂട്ടായ്മ കാണുമ്പോൾ സത്യത്തിൽ മനസ്സുകൊണ്ട് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദമാണ് എൻ്റെ മനസ്സിൽ കഴിയുന്നത്. കാരണം എല്ലാം